ഇന്ന് കുറച്ച് ടിപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള അത്യാവശ്യ ടിപ്സ് ആട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ടിപ്പ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അതെന്ന് വെച്ചാൽ ഒത്തിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാ വീട്ടിലും ദോശമാവുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ദോശമാവ് പാനിൽ അടി പിടിക്കാണ്ടിരിക്കാനുള്ള ടിപ്പാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശമാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ, നമ്മുടെ ഈ ഒരു പാലിൽ ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടി പിടിക്കാണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയ ടിപ്പാട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് അടി പിടിക്കാണ്ടിരിക്കാനുള്ള ടിപ്പും കൂടെയാണ്. പിന്നെ അതുപോലെ നമുക്ക് നന്നായിട്ട് ഇത് എഫക്റ്റീവായിട്ടുള്ള ടിപ്പാട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഈ കറ്റാർ വാഴയൊക്കെ ഇല്ലേ, അതിൻ്റെ ഈ തുമ്പുകളെല്ലാം എല്ലാ വീടുകളിലും നോക്കുമ്പോഴേക്കും അത് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒടിഞ്ഞ് കണ്ടപ്പോൾ നമുക്കൊരു ടിപ്പ് കിട്ടിയിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ മുട്ടത്തോടുണ്ടല്ലോ, മുട്ടത്തോട് അത് മുകളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കിയൊന്ന് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തായിട്ടോ. ഇതൊരു നല്ലൊരു ടിപ്പാണ്. ഇതൊന്ന് ഒടിഞ്ഞു പോകാനും പിന്നെ പ്രാണികളൊന്ന് തുമ്പൊന്നും തിന്നാണ്ടിരിക്കും. നമ്മുടെ തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മുളകുകളൊക്കെ പറിക്കുമ്പോൾ കുറേ പേരൊക്കെ കൈ നീറുന്നതായിട്ടും പുകയുന്നതായിട്ടും നമുക്ക് കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെയൊക്കെ കൈ പുകയാറുണ്ട് കേട്ടോ. ഒട്ടും സ്കിന്നിന് കട്ടിയില്ലാത്തവരെയൊക്കെയാണ് ഇതൊക്കെ പുകയുന്നത് തന്നെ. അപ്പോൾ ഇത് പുകയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് വിട്ടാൽ നന്നായിട്ട് മുളക് കിട്ടുകയും ചെയ്യും. പിന്നെ അതല്ല, നമ്മൾ കൈ കൊണ്ട് ഉറക്കുമ്പോൾ അതിൻ്റെ പൂവൊക്കെ ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൂവൊക്കെ ചാടി പോകാണ്ടിരിക്കാൻ ഈ സിസേഴ്സ് മതി കേട്ടോ. സൂക്ഷിച്ച് പറിച്ചാൽ മാത്രം മതി, ഒരുപാട് കയറി കട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഫോർത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മുളക് നമ്മളിപ്പോൾ പറിച്ചല്ലോ, അതിൻ്റെ ഞെടുപ്പുകളെല്ലാം കളഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടാവാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ ഫിഫ്ത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുറേ തക്കാളി നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കേടായി പോവും. അപ്പോൾ അതിൻ്റെ ഞെടുപ്പയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പുരട്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ. ഇനി നമുക്കിത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ടിപ്പും കൂടെ ആട്ടോ. എല്ലാവർക്കും എഫക്റ്റീവും ചെയ്യും. പിന്നെ അതുമല്ല, ഇതിനകത്ത് നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ വെച്ചാൽ അത്ര കേടാവില്ല കേട്ടോ സംഭവം. അപ്പോൾ നമ്മുടെ സിക്സ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുന്ന ബിസ്ക്കറ്റുകളെല്ലാം ഉണ്ടല്ലോ, അത് കുറച്ച് നേരം നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ അത് തണുത്തു പോകും. അപ്പോൾ അത് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അരി എടുത്ത് മാറ്റി വെള്ളത്തിലിട്ട് കുതിർത്തി ഉണക്കിയിട്ട് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇട്ട് വെച്ചിട്ട് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ എടുത്ത് വെച്ചാൽ ഒരിക്കലും തണുത്തൂല. ഇതൊരു നല്ലൊരു സിമ്പിളായിട്ടുള്ള ടിപ്പും കൂടെ ആട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് നമ്മുടെ സെവൻത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, സെവൻത്ത് ടിപ്പിൽ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫുഡ്സിൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ, ഫുഡിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലികൾ. ഇന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ ചോട്ടിലാട്ടോ, ബുഷ് ഓറഞ്ചാണ് നമ്മുടെ വീട്ടിലുള്ള, ആ ഒരു ഇതിൻ്റെ ചോട്ടിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളവും തോടുകളും എല്ലാം മാറ്റിയാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ 3 വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോയും നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് നട്ടിട്ട് കുറച്ചായെങ്കിലും ഇതുവരെയും കാച്ചിട്ടൊന്നുമില്ല. കുറച്ചായെന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇതെല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്താൽ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കായ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 8th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്ലാസ്സുകൾ തമ്മിൽ കൂടി ചേർന്ന് പോകും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ കൈ ഗ്ലാസും പൊട്ടിപ്പോവും. ചുമ്മാ നമ്മുടെ കയ്യിലൊക്കെ ഇഞ്ചുറി ആക്കും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സുകൾ 2 കോണെ കൂടി ഉരുട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉരുട്ടി കൊടുക്കുക. നിലത്തിട്ട് ഉരുട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സൂക്ഷിച്ച് ഉരുട്ടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കൈയൊക്കെ പൊട്ടുവാനും ഗ്ലാസ് പൊട്ടി പോരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.